അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ രണ്ടാമത്തെ ബൈത്തിൻ്റെ അർത്ഥം പറയാൻ പോവാണ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻസിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. യാ റബ്ബി നാദ സ്വല്ലി അലൻ നബി മുഹമ്മദി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ. മുൻജിൽ ഖലായിഖി, എല്ലാ സൃഷ്ടിജാലങ്ങളെയും രക്ഷിക്കുന്ന, മിൻ ജഹന്നമ, നരകത്തിൽ നിന്ന്, ഫിയോദി, നാളെ. നാഥ, നാളെ പാരത്രിക ലോകത്ത് നരകത്തിൽ നിന്ന് എല്ലാ സൃഷ്ടിജാലങ്ങളെയും രക്ഷിക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നീ അനുഗ്രഹം ചെയ്യണമേ. അതാണ് യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. ധാരാളമായി ഇബാദത്ത് ചെയ്യുന്നവരും നേതാവും പ്രിയങ്കരനുമായവർ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ കവിൾത്തടങ്ങളിലൂടെ പ്രകാശം കത്തിജ്വലിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് മുമ്പൊന്നും കാണാത്ത വിധത്തിൽ അവിടുത്തെ മുഖത്ത് പ്രകാശം ജ്വലിക്കുന്ന കാഴ്ചയാണ് മക്കക്കാർ അന്ന് കണ്ടത്. പ്രകാശം കൊണ്ട് ചുറ്റപ്പെട്ട കുഞ്ഞാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് നാട്ടിലെങ്ങും പ്രചരിച്ചു. അൽ ഹബീബ്, അള്ളാഹുവിൻ്റെ ഹബീബാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഹബീബ് എന്ന് പ്രയോഗിക്കുന്നത്. നമ്മുടെ ഹബീബ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. കാരണം അതിനപ്പുറം ഒരവസ്ഥയില്ലാത്ത രൂപത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നില്ല. ഹബീബുല്ലാഹ് എന്ന് പറയലാണ് ഉത്തമമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്സയ്യിദ്, സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ്. നേതാവാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ നിരുപാധികം മറ്റൊരു നേതാവായിട്ട് ഒരു വലിയോ രാജാവോ നബിയോ ആരും തന്നെ ഇവിടെയില്ല. ധാരാളമായി, അൽ മുതഅബ്ബിദു എന്ന് പറഞ്ഞാൽ ധാരാളമായി ഇബാദത്ത് ചെയ്യുന്നവർ, ആരാധനക്കായി ജീവിതം മാറ്റിവെച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വന്നത് കാരണം ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്തിനാണ് നബിയെ അങ്ങ് ഇത്രയും പ്രയാസപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നത്? മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു അങ്ങേക്ക് പുറത്തു തന്നില്ലയോ? ആ സമയത്ത് നബി തങ്ങളുടെ മറുപടി, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ള ഒരടിമയാകണ്ടയോ എന്നാണ്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനത്തെ പള്ളിയിലേക്ക് ഞാൻ സുബഹി ബാങ്ക് വിളിക്കാൻ പള്ളിയിലേക്ക് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവിടുന്ന് കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിരന്തരമായ ആരാധനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുള്ളത്. 3-4 ദിവസം തുടർച്ചയായി ചേർത്തുകൊണ്ട് നോമ്പ് നോൽക്കും. മഗ്രിബായാലും നോമ്പ് മുറിക്കാതെ. അതുപോലെ സ്വഹാബത്തും നോമ്പ് നോൽക്കാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്നെപ്പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരോഗ്യം നമുക്കാർക്കുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യാൻ അള്ളാഹുവിൽ നിന്നുള്ള അനുവാദവും ഇല്ല. നമ്മൾ നോമ്പെടുത്താൽ സൂര്യൻ അസ്തമിക്കുന്ന സമയമായാൽ നോമ്പ് മുറിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് ഹറാമാണ്. എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ മനുഷ്യനാണ് എന്ന് ഈ വിഷയം അറിയാതെ പോകുന്നവരാണ് ഏറ്റവും വലിയ വിഡ്ഢികളെന്ന് രേഖപ്പെടുത്തിയതായി കാണാം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.